ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലേന്ദ്രൻ കാറിലിരുന്നിട്ട് അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവൻ എൻ്റെ കൂടപ്പിറപ്പല്ലേ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് വീണ്ടും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. ചേച്ചിക്ക് ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കും. നീ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നത്? ചേച്ചിക്ക് എന്താ വേണ്ടത്? എനിക്ക് മസാല ദോശ മതി എന്ന് പറയും. ശരി, അങ്ങനെ ഫോൺ ചെയ്യാണ്. എന്നിട്ട് പറയും 2 മസാല ദോശ ഓർഡർ ചെയ്യണേ, 117 റൂം നമ്പർ, വേഗം കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ടവലൊന്നും എടുത്ത് എനിക്ക് നല്ല തണവുണ്ടാവില്ല, എനിക്കൊന്ന് കൈയൊക്കെ തുടയ്ക്കാമെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ആ ടവലെടുത്തിട്ട് കൃഷ്ണമോള് തന്നെ കൈയും 2 കൈയും മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് അലീന ഭയങ്കര സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയും, അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയോട് സംസാരിക്കുന്നത് പോലെയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വൈജയന്തി വിളിക്കുകയാണ് കേട്ടോ. ഹലോ എന്ന് ചോദിക്കട്ടെ. എൻ്റെ അമ്മേ, എടി നീ എവിടെയാ? 2 ദിവസം ആയാലും ഇവിടെ നിന്ന് പോയിട്ട് എന്ന് ചോദിക്കുകയാണ്. അമ്മ ഞാൻ ഹോസ്പിറ്റലാണ്, 1 ദിവസം ഹോസ്പിറ്റലിൽ നിന്നത് ഞാൻ അനുവദിച്ചു, പക്ഷേ എന്ന് വെച്ചിട്ട് എന്നും അവിടെ നിൽക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിനക്കൊക്കെ എന്തിൻ്റെ സുഖേടാ എന്ന് ചോദിക്കും. അമ്മ അച്ഛൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഹോസ്പിറ്റലാണെന്ന്? അച്ഛൻ പറയണോ? നീയല്ലേ വേണ്ടത് പറഞ്ഞറിയിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ്. 8:30 ഈ സമയത്താണോ മകൾ സ്കൂളിൽ പോയിട്ട് വന്നില്ല എന്ന് അമ്മ അന്വേഷിക്കുന്നത്? ഇപ്പം കുറ്റം എൻ്റേതായോ? നീയും അച്ഛനും കൂടെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അമ്മേ ഞാൻ ഇന്നും അലീന ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്, അത് അച്ഛനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായി, അച്ഛനത് പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം അമ്മ അറിഞ്ഞുകൊണ്ട് എന്നെ ചോദിക്കുന്നതെന്ന്. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് വേഗം വയ്ക്കുകയാണേ. അതിനുശേഷം ആരാ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാ, വെറുതെ ആവശ്യമില്ലാതെ പറയുക, ഒക്കെ അറിഞ്ഞിട്ടാണ് പറയുന്നതെന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണമോള് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോവുകയാണ്. വൈകിട്ട് ഞാൻ വരണോ? അറിയില്ല, ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയില്ല മോളെ എന്ന് പറയട്ടോ. ശരി, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ശരി, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. നീ പോകുന്ന വഴിക്ക് എന്ത് കഴിക്കും? ഞാൻ ക്യാൻറ്റീനിൽ കയറിയിട്ട് മസാല ദോശയും വട്ടയും കഴിച്ചോളാം എന്ന് പറയട്ടോ. അപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ കഴിക്കാൻ പാടില്ലേ? എന്തിന്? നമ്മൾ ചക്കക്കുരു ഒന്നുമല്ലല്ലോ കൊടുക്കുന്നത്, കഴിച്ചിട്ട് നമ്മൾ കാശല്ലേ കൊടുക്കുന്നത്? അല്ല, മറ്റുള്ളവരൊക്കെ തുറിച്ച് നോക്കൂലേ, അവർ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നന്നായി തുറിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ പോകൂട്ടാ. അതിനുശേഷം ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് ഡിസ്ചാർജ് ഇന്നില്ല, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം ബാലേന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും കേട്ടോ. കുഴപ്പമില്ല, ഉഷാറായിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് പറയട്ടോ. എവിടെ? കൃഷ്ണ പോയോ എന്ന് ചോദിക്കും. 1/2 മണിക്കൂറായി പോയിട്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് പറയും, ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞു, അടുത്ത പരീക്ഷണം വരുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് അലീനയ്ക്ക് എന്തോ പോലെ തോന്നും കേട്ടോ. നീ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനോട് അങ്ങനെ മൊഴി പറഞ്ഞതെന്നൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവും കേട്ടോ ബാലേന്ദ്രൻ എന്തോ മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അലീനൊന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. സാറില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അലീന വിഷയം മാറ്റാൻ വേണ്ടിയിട്ട്, മാഡം ഹോസ്പിറ്റലിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവൾ വരുന്നു, നീ ആഗ്രഹിച്ചോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ആ വീട് നോക്കിക്കൊണ്ടിരുന്നിരുന്നതല്ലേ എന്ന് പറയും. നിൻ്റെ സ്വന്തം വീട് പോലെ അല്ലേ എന്ന് പറയൂ. അപ്പോൾ അലീന ഒന്നും വേണ്ടൂലേ. പക്ഷേ അവളത് മനസ്സിലാക്കിയിട്ടില്ല, ഞാനും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് കറക്റ്റ് മനസ്സിലാവാണ് കേട്ടോ ബാലേന്ദ്രൻ എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. വീണ്ടും കുറേ കാര്യങ്ങൾ അർത്ഥം വെച്ച് തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ സംസാരിക്കുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ, സാരില്ല, സമയമുണ്ട് നമുക്ക് മുന്നിൽ, ഇഷ്ടം പോലെ സമയമുണ്ട് എന്നൊക്കെ പറയാണ്. സാറെന്താ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെയെന്ന് അലീന ചോദിക്കാൻ. ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മളെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടെ വരികയാണ്. ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് രേവതിക്കുട്ടിയെ കണ്ണോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷമാണ്. മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഓടി വന്നിട്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ റൂമിലേക്ക് പോകണ്ടെന്ന്, കെടുപ്പ് വേണ്ടിയില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ, മിണ്ടല്ലേ എന്ന് പറയും. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. കുഴപ്പമില്ല, കണ്ടില്ലേ എടുക്കണത്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മുഖത്തേക്ക്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്തോ അലീനയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇവൾ ആ സമയം തുടങ്ങി പറയുന്നതാണ്, ഫോൺ എടുക്കാതായപ്പോൾ തുടങ്ങിയിട്ട് ഇവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയും, എനിക്കറിയാം ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്, ഞങ്ങൾക്ക് ചെവി തല തന്നിട്ടില്ല ഇവളെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും സാരില്ല, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ആശ്വാസമുണ്ട്, എന്നോട് നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, ഇന്നലെ എന്നെ നടത്തിച്ചു. ഭാഗ്യം,
എനിക്ക് ഗ്രേസമ്മ പറയാണ്. എന്നിട്ട് ആ മുറിവൊക്കെ നോക്കുന്നുണ്ട്. എനിക്കിതൊന്ന് കാണിച്ചു തരുമോ ചേച്ചി? ഓ പിന്നെ കാണാൻ വന്നിരിക്കുന്ന ഒരാൾ എന്ന് പറയും. അതിന് ശേഷം ഇങ്ങനെ ചൂടിക്ക് എടുക്കാനിട്ട് അലീനയുടെ തോളിൽ ഒരു കുഞ്ഞു കുട്ടി വന്നിരിക്കുന്നു എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അലീന പറയും, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാ, അന്ന് തുടങ്ങി ഞാൻ നോക്കുന്നതാന്നൊക്കെ പറയട്ടോ. ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ അവരുടെ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഭാഗ്യം കൊണ്ടല്ലേ ചേച്ചി രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ചേച്ചി ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുക അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അങ്കിൾ ഇവിടെ ഒരു റൂം എടുക്കുമെന്ന് ചോദിക്കും. അതെന്തിനാ, നമുക്ക് പോകണ്ടേ? വേണ്ട, ഇന്ന് ഞാൻ അലീന ചേച്ചിയുടെ കൂടെ അലി ചേച്ചിയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാം എന്ന് പറയും. അപ്പോൾ അലീന പറയും, അവരെ ബുദ്ധിമുട്ടിക്കട്ടെ മോളെ എന്ന് പറയും. വേണ്ട, എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കണം, അവർക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ പറയും, അവൾക്ക് ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മക്ക് മുറി എടുക്കാൻ പോകുമ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് പറയും, എൻ്റെ ബാഗുണ്ട് അതെടുക്കാം. അതിന് ഞങ്ങൾ മുറി എടുത്ത് അവിടെ താമസിക്കില്ല, മുറി എടുത്ത് വേഗം തന്നെ ഇങ്ങോട്ട് വരാം എന്ന് പറയട്ടെ. അപ്പം തന്നാൽ പോരെ ബാഗ്, ചിലപ്പോൾ അപ്പം മറന്നാലോ, എന്നാൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഡിക്കിയിൽ പോയിട്ട് ബാഗൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ രേവതിക്കുട്ടി. അതെ, ചോക്ലേറ്റ് മേടിച്ചിട്ട് വരണം കേട്ടോ, എനിക്കല്ല കേട്ടോ ആലിനെ ചേച്ചിക്ക് ഓടിക്കള്ളി എന്ന് ഗ്രേസമ്മ പറയും കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ബാഗൊക്കെ കൊണ്ടുവന്നിട്ട് ബാലേന്ദ്ര സാറിൻ്റെ ഫോൺ നമ്പർ ഇതായോ, ഞാൻ വിളിച്ച് പറയാം ഇന്നിവിടെ ആളുണ്ട് വരണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പറയാം എന്ന് പറയാൻ കേട്ടോ അലീന. അതിനുശേഷം ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്നിട്ട്, അച്ഛൻ ഇനി എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു? ഞാൻ വൈകുന്നേരം പോകാം, ഞാനും വരട്ടെ അലീന ചേച്ചിയുടെ കൂടെ നിൽക്കാനായിട്ടൊന്നും. അല്ല, നീ 2 ദിവസം നിന്നതല്ലേ, അത് സാരില്ല, ഇന്നും കൂടെ ഞാൻ നിൽക്കാം. ഇത് കേട്ടിട്ട് വൈജയന്തി ഓടി വരാണേ. എടി കൃഷ്ണമോളെ, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ അവൾക്ക് കൂട്ടുകെടുക്കാനായിട്ട്? നിങ്ങളൊക്കെ അവളെ ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണല്ലോ കണക്കാക്കുന്നത് എന്ന് പറയണം കേട്ടോ വൈജയന്തി. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി വീണ്ടും പറയും, അതെ, ഇതൊക്കെ കാണുമ്പോഴേ ആൾക്കാർ സംശയിക്കും നിങ്ങളുടെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞാണോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എൻ്റെതെല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ കൊല്ലപ്പള്ളി കുഞ്ഞിരാമ മേനോന് 3 ആൺമക്കളും 1 മോളും ആണുള്ളത്, അവരിലാരെങ്കിലും ആവാതിരുന്നാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തിക്ക് ഒരു അടി കിട്ടിയ പോലെയാണ്. അപ്പോൾ ബാലേന്ദ്രൻ വൈജയന്തിൻ്റെ മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുകയാണ്. ദേഷ്യത്തോട് കൂടിയിട്ട് ബാലേന്ദ്രൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വരികയാണ്. അപ്പോൾ നമ്മളെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട്, ഹലോ ബാലേന്ദ്രൻ സാറല്ലേ എന്ന് ചോദിക്കും. അതെ, ആരാ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെ, ഞാൻ അലീന ചേച്ചിയുടെ അനിയത്തിയാ രേവതിക്കുട്ടി. മനസ്സിലായി, രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അന്ന് അലീന എറണാകുളത്തോട്ട് വന്നത്? അതെ എന്ന് പറയും കേട്ടോ. ഓ, എനിക്കിപ്പോൾ മനസ്സിലായി. അതെ, ഇന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറയട്ടെ ഹോസ്പിറ്റലിൽ. ആണോ, എങ്ങനെ എത്തിയെന്ന് ചോദിക്കും. മാമച്ചനെങ്കിലും ഗ്രേസമ്മാൻ്റെയും ഉണ്ട്, അവരുടെ കാറിലാണ് ഞങ്ങൾ വന്നത് എന്ന് പറയും. അപ്പോൾ അതെ, എന്നിട്ട് അവരിവിടെ ഒരു റൂം എടുക്കുന്നുണ്ട്. അതെ, പാലയിൽ സ്റ്റേ ചെയ്യാനാണോ ഇന്നത്തെ തീരുമാനം? അതെ, അവരിവിടെ റൂം എടുത്തോളും, ഞാനിപ്പോൾ ഇന്ന് അലീന ചേച്ചിക്ക് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ ചേച്ചിയുടെ കൂടെ വേറെ ആരും വേണ്ട, ഞാൻ നിന്നോളാം എന്ന് പറയും. ആണോ, ഓഹോ, ശരി, താങ്ക് യു ട്ടാ മോളെ എന്ന് പറയൂട്ടോ. ശരി, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കട്ടെ സാറേ എന്ന് നോക്കിയിട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാനേ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതെ വൈജയന്തിനെ നോക്കിയിട്ട്, അതെ നീ അറിയേണ്ട കാര്യമാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി എന്താന്ന് ചോദിക്കും. അലീനയുടെ അനിയത്തി ഉണ്ടല്ലോ രേവതിക്കുട്ടി, അവളും അവളുടെ വീട്ടിൻ്റെ ഉടമസ്ഥനും ഭാര്യയും കൂടി വന്നിട്ടുണ്ട്. അവർ പാലായിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. ഇന്നൊരു ദിവസം രേവതിക്കുട്ടി അവിടെ ബൈസ്റ്റാൻഡറായി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലീന അല്ല വൈജയന്തി പറയും, ഇതിൽ ഞാനിപ്പോൾ അറിയേണ്ട കാര്യം എന്താണ്? അതല്ല, അവൾ ജോലി എടുക്കുന്നിടത്ത മുതലാളിയും ഭാര്യയും കൂടിയിട്ട് അലീനനെ കാണാൻ വന്നു. നിൻ്റെ വീട്ടിലല്ലേ അലീന ജോലി എടുക്കുന്നത്, എന്നിട്ട് നീ ഈ സമയം വരെ അവളൊന്ന് കാണാൻ പോയോ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെ കാണാൻ വരുന്നുണ്ടെങ്കിലേ അവർക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. സമ്മാനങ്ങൾ വാരിക്കൂട്ടി കൊടുക്കുന്ന ആളല്ലേ അവളുടെ ഈ പറഞ്ഞ അങ്കിള് മുതലാളി എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതെ നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോനും ഒരു മുതലാളിയാണ്, പിന്നെ ഞാനും ഒരു കൊച്ചു മുതലാളി തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതുപോലെ സമ്മാനങ്ങൾ വാരിക്കൊടുക്കുന്ന ആളാണെന്നാണോ പറയുന്നത്? അതെ, ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവൾക്ക് സമ്മാനങ്ങൾ വാരിക്കൊടുക്കുന്നുണ്ടെങ്കിലേ അയാൾക്ക് അതിന് ഗുണം ഉണ്ടാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയട്ടെ. അപ്പോൾ കൃഷ്ണമോൾ പറയും, അമ്മേ ഇത്രയ്ക്ക് തരം താഴരുത്, ഇത്ര ചീപ്പാവരുത് അമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആകെ നാണം കെട്ടതുപോലെ ആവും കേട്ടോ. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ പുച്ഛത്തോട് കൂടിയിട്ട് വൈജയന്തിനെ നോക്കും. വൈജയന്തി അവിടെ ചെന്നിങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രമോല് കാണിക്കുന്നത് നമ്മൾ അലീനോട് പറയാണ് ഗ്രേസമ്മ, നീ ഒരു ദിവസമല്ല എത്ര നാൾ വേണമെങ്കിലും നീ അവിടെ വീട്ടിൽ വന്ന് നിന്നോളാൻ പറയുകയാണേ. അതായത് ഗ്രേസമ്മയും മാമച്ചനും കൂടിയിട്ട് അലീനനെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കേട്ടോ പ്രമോല് കാണിക്കുന്നത്.
അപ്പോൾ അലീന പറയുന്നുണ്ട് ഒരു ദിവസമെങ്കിലും എനിക്ക് ആ വീട്ടിൽ വന്ന് നിൽക്കാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് വന്ന് കയറി നിൽക്കാനോ എന്ന് വേണമെങ്കിൽ നീ അവിടേക്ക് വന്നു എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ.